പിണറായി വിജയന്റെ ഗൺമാൻമാർ ആയിരുന്ന സന്ദീപും അനിൽകുമാറും അറസ്റ്റ് പേടിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയും പിൻവലിച്ച് ഒളിവിൽ പോയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തലയടിച്ച് പൊട്ടിച്ച കേസിൽ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ചിറകിനടിയിൽ രക്ഷപ്പെട്ട് കഴിയുകയായിരുന്നു രണ്ടുപേരും. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ആദ്യം ചെയ്തത് ഇരുവർക്കുമെതിരായ കേസ് കുത്തിപ്പൊക്കി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആദ്യം പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു. എന്നാൽ ഇന്നലെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എടുത്തപ്പോൾ പോലീസ് പുതിയൊരു റിപ്പോർട്ട് കൂടി കോടതിയിൽ നൽകി. അതിൽ വധശ്രമ കുറ്റം കൂടി ചേർത്തായിരുന്നു റിപ്പോർട്ട് നൽകിയത്. അതായത് 10 വർഷം വരെ അകത്തു പോകാവുന്ന കുറ്റം. ഇതോടെ കാര്യങ്ങളുടെ കിടപ്പ് വശം പന്തിയല്ല എന്ന് മനസ്സിലാക്കി സന്ദീപും അനിൽകുമാറും ജാമ്യാപേക്ഷ പിൻവലിച്ചു. സുരക്ഷിത താവളത്തിൽ അഭയം തേടി എന്ന് വെച്ചാൽ ഒളിവിൽ പോയി എന്ന് സാരം. രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് പിണറായി വിജയൻ വിശേഷിപ്പിച്ച മർദ്ദനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തപ്പോൾ തന്നെ സന്ദീപും അനിൽകുമാറും ആലപ്പുഴ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യം ലഭിക്കുമായിരുന്ന വകുപ്പുകളാണ് അന്ന് ചുമത്തിയിരുന്നതും. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം തേടാം, എന്നിട്ട് പിണറായി വിജയന് കീഴിൽ സുരക്ഷിതനാകാം എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടൽ. പ്രതിപക്ഷ നേതാവിന്റെ ഗൺമാൻ ആക്കണമെന്ന് അനിൽകുമാർ അപേക്ഷ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ശനിയാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ ജാമ്യം നേടാനായിരുന്നു ശ്രമം. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടൽ അതിനും അപ്പുറത്തായിരുന്നു. രാവിലെ കോടതി ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോഴാണ് 10 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൊലപാതക ശ്രമം കൂടി ചുമത്തി അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. വധശ്രമം ചുമത്തിയത് കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ജാമ്യം നിഷേധിച്ചാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കോടതി പരിസരത്തെ പോലീസിനെയും സജ്ജമാക്കി നിർത്തി. ഇത് മണത്തറിഞ്ഞാണ് പ്രതികൾ പ്ലേറ്റ് മാറ്റിയത്. അറസ്റ്റ് നടക്കുമെന്ന് ഉറപ്പായതോടെ പ്രതികളുടെ അഭിഭാഷകനായ B. ശിവദാസ് ഹർജി പിൻവലിക്കുന്നതായി കോടതി അറിയിച്ചു. വൈകുന്നേരം തന്നെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയ ശേഷം സുരക്ഷിത താവളങ്ങളിൽ അഭയം തേടിയെന്നാണ് വിവരം. അഥവാ അനിൽകുമാറിനും സന്ദീപിനും ജാമ്യം ലഭിച്ചാൽ മറ്റു പ്രതികളായ ഷൈജു, വിപിൻ, അരുൺ എന്നിവരെയും ജാമ്യമെടുക്കാൻ ആലപ്പുഴയിൽ എത്തിക്കാമെന്നായിരുന്നു ധാരണ. ഈ നീക്കം കൂടിയാണ് അന്വേഷണ സംഘം തന്ത്രപരമായി പൊളിച്ചത്. മുൻപ് നിസ്സാരമായ 3 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. IPC 294 പ്രകാരം പരസ്യമായി തെറി വിളിച്ചതിനും 324 പ്രകാരം ആയുധം കൊണ്ട് ലഘുവായി ആക്രമിച്ചതും 325 പ്രകാരം കൈകൊണ്ട് ആക്രമിച്ചതിനും 3 വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. ഇന്നലെ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ വധശ്രമം കൂടി ചുമത്തി. പ്രതികൾ നേരത്തെ മുങ്ങാതിരിക്കാനാണ് വധശ്രമം ചുമത്തുന്നത് അവസാന നിമിഷത്തേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത്. ഈ കേസിൽ ആദ്യത്തെ കേസ് ഡയറി തിരുത്തി പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും അജിത് കുമാർ ഇപ്പോഴും സുരക്ഷിതനാണ്. ആരാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ സുരക്ഷാ ജീവനക്കാരായ 5 പേരും സസ്പെൻഷൻ നടപടി നേരിട്ടപ്പോഴും അജിത് കുമാറിനെ തൊട്ടിട്ട് പോലുമില്ല ആഭ്യന്തര വകുപ്പ്. RSS ബന്ധം കൊണ്ട് BJP കേന്ദ്ര സർക്കാരിനും പിണറായി ബാന്ധവം കൊണ്ട് CPM-നും വേണ്ടപ്പെട്ടയാളാണ് അജിത് കുമാർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുൻ സർക്കാരിന്റെ കാലത്ത് അജിത് കുമാർ പല ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോയത്. ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരാണ്. ആഭ്യന്തരം കൈയാളുന്നത് രമേശ് ചെന്നിത്തലയും. എന്നിട്ടും പണ്ട് അജിത് കുമാറിനെ കടന്നാക്രമിച്ച UDF ഇപ്പോൾ അതേ അജിത് കുമാറിനെതിരെ മൗനം പാലിക്കുന്നു. ഇവിടെ ഉയരുന്ന സംശയം ഇതാണ്: നിയമ സംവിധാനങ്ങൾക്ക് മീതെയാണോ ADGP അജിത് കുമാർ? രമേശ് ചെന്നിത്തല ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനും നടപടിയെടുക്കാൻ സാധിക്കാത്ത അത്രയും ശക്തനാണോ അജിത് കുമാർ? മറുപടി പറയേണ്ടത് ഇപ്പോഴത്തെ സർക്കാർ സിസ്റ്റം കൂടിയാണ്. തന്റെ മുൻ ഗൺമാൻമാർക്കെതിരെ വധശ്രമം ചുമത്തിയതോടെ പിണറായി വിജയന് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ടകശനിയാണ്. ഒരു വശത്ത് മകൾക്കെതിരായ കേസിൽ കുരുക്ക് മുറുക്കി കഴിഞ്ഞു. മറുവശത്ത് ഗൺമാൻമാർ വധശ്രമം പോലുള്ള കുറ്റം ചുമത്തപ്പെട്ട് തടവറയുടെ പടിവാതിലിൽ നിൽക്കുന്നു. വലിയൊരു പ്രതിസന്ധിയാണ് പിണറായിയും CPM-ഉം അഭിമുഖീകരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പാർട്ടി പ്രവർത്തകരും ജയിലിലാണ്. പോരാത്തതിന് ഇനിയും കൂടുതൽ പാർട്ടിക്കാർ അറസ്റ്റിലാകുകയും ചെയ്യും. ഇതുകൂടിയാകുന്നതോടെ CPM നയിക്കുന്ന പ്രതിപക്ഷത്തിന് സ്വന്തം കേസുകൾ പ്രതിരോധിക്കണോ അതോ സർക്കാരിനെതിരെ പോരാട്ടം നയിക്കണമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം വേഗത്തിലാക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഒപ്പം കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനും നീക്കം നടത്തുന്നുണ്ട്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാതിരിക്കാൻ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാകും പോലീസ് ശ്രമിക്കുക. ഇതുവരെ അറസ്റ്റിലായ 25 പ്രതികളിൽ 5 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. അതീവ ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് കേസിൽ കോടതി നടത്തിയിട്ടുള്ളത്.
ED സംഘത്തിനെതിരെ നടന്നത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ് എന്നും കൊലപാതക ശ്രമമാണ് എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. പ്രതികൾക്കെതിരെ വധശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിവയ്ക്ക് പുറമെ PDPP വകുപ്പുകൾ അടക്കം ചുമത്തിയിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം തള്ളി കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് 5 പ്രതികൾക്കും ജാമ്യം നിഷേധിച്ചത്. പ്രോസിക്യൂഷൻ കേസ് ശക്തമാക്കിയത് CPM-നും CPM പ്രവർത്തകരായ പ്രതികൾക്കും തിരിച്ചടിയാണ്. ഇഷ്ടിക, കല്ല്, തടിക്കഷ്ണങ്ങൾ, ഇരുമ്പ് ദണ്ടുകൾ തുടങ്ങിയ മാരകായുധങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചത് കരുതിക്കൂട്ടി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നുവെന്നാണ് കോടതി നിരീക്ഷണം. ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു എന്നതിനാൽ അവർ ഡ്യൂട്ടിയിലല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി. ഒരു ഓഫീസിൽ നിന്ന് റെയ്ഡിന് ഇറങ്ങുന്നത് മുതൽ തിരികെ ഓഫീസിൽ എത്തുന്നതുവരെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തന്നെയാണ് എന്നാണ് കോടതിയുടെ വാദം. വാടകയ്ക്കെടുത്ത കാർ ആണ് എന്നതുകൊണ്ട് പൊതുമുതൽ അല്ല എന്ന വാദവും നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ഏത് സ്ഥാപനമായാലും ഔദ്യോഗിക ആവശ്യത്തിനായി വാടകയ്ക്കെടുക്കുന്ന വാഹനം ആ സർക്കാരിന്റെ ഭാഗമായും പൊതുമുതലായും പരിഗണിക്കപ്പെടുമെന്നാണ് ഇത് സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണം. അതേസമയം മാസപ്പടി കേസിൽ CMR-നും ED-ക്കും നാളെ നിർണായക ദിനമാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMR-ന്റെ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കമുള്ള വിവരങ്ങൾ ED-യും കോടതിയെ അറിയിക്കും. തങ്ങൾക്ക് റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളും മുദ്രവെച്ച കവറിൽ ED കോടതിയെ അറിയിക്കും. തെളിവുകൾ ഒന്നുമില്ലാതെ ED കേസിൽ മുന്നോട്ടു പോവുകയാണ് എന്നായിരുന്നു CMRL-ന്റെ പ്രധാന വാദം. എന്നാൽ ശക്തമായ തെളിവുണ്ട് എന്നും വീണയടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്നും കോടതിയിൽ തെളിയിക്കാനായിരിക്കും ED-യുടെ ശ്രമം. ED-യുടെ വാദങ്ങൾ കോടതി ശരിവെച്ചാൽ അത് വീണയ്ക്കും CMRL-നും സർവോപരി CPM-നും വലിയ ക്ഷീണം സൃഷ്ടിക്കും. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ എടുത്ത കേസിൽ ഇതുവരെ 25 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പ്രതികളെ പലയിടത്തു നിന്നും അറസ്റ്റ് ചെയ്തതാണ് എന്ന് പോലീസ് അവകാശപ്പെടുമ്പോൾ കീഴടങ്ങിയതാണ് എന്നാണ് നേതാക്കളുടെ അവകാശവാദം. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെ എല്ലാ പ്രതികളും CPM DYFI പ്രവർത്തകരാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയ 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. കാറുകൾ വളഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിച്ചുവെന്നും ആദ്യ കേസിലെ FIR-ൽ പറയുന്നു. തടയാൻ ശ്രമിച്ച പോലീസ് CRPF ഉദ്യോഗസ്ഥരെ വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നതാണ് മറ്റൊരു കേസ്. എന്തായാലും ഈ കേസിൽ എന്തൊക്കെ സംഭവിക്കും എന്നത് നാളത്തെ ദിവസം നിർണായകം തന്നെയാണ്.